ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 46-47 വാക്യങ്ങൾ. 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നതും കണ്ടു. അവൻ്റെ വാക്ക് കേട്ടവർക്കെല്ലാവർക്കും അവൻ്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി. പരിശുദ്ധ തൃത്വ ഏകദൈവത്തിന് സ്തുതി. അമ്മ മേരിക്കും യൗസേപ്പ് പിതാവിനും അവരുടെ മനസ്സിനും കണ്ണുകൾക്കും കുളിർ കോരിയിടുന്ന ഒരു കാഴ്ച. 3 ദിവസമായി ആ മാതാവും പിതാവും തങ്ങൾ തേടി അലഞ്ഞ, തങ്ങൾക്ക് നഷ്ടപ്പെട്ട മകനെ കണ്ടെത്തുവാൻ സാധിച്ച ആ ഒരു സുന്ദര മുഹൂർത്തം. മകനെ കാണാതായതിലുള്ള വേദനയിൽ വെന്തുരുകിയിരിക്കുന്ന ആ മാതാവിൻ്റെ ഹൃദയം ആ മകനെ ദേവാലയത്തിൽ വെച്ച് ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരിക്കുന്നത് കണ്ട് ആ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിയിട്ടുണ്ടാകാം. കണ്ണുകളിൽ നിന്നും ഒരുപക്ഷെ ആനന്ദാശ്രു ധാരധാരയായി ആ അമ്മയുടെ കണ്ണിൽ നിന്നും ആ നിമിഷം വന്നിട്ടുണ്ടാകാം. 3 ദിവസമാണ് അവർക്ക് ആ മകനെ നഷ്ടപ്പെടുന്നത്. പിന്നീട് അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി ആ മാതാവിന് ഇങ്ങനെ തൻ്റെ മകനെ 3 ദിവസം നഷ്ടപ്പെടുന്നത് നമ്മൾ കാണുന്നു. ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന സാഹചര്യത്തിൽ ആ മകനെ അവൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം ആ മകൻ്റെ ആത്മാവ് വേർപെട്ടു പോയ ശരീരം ആ അമ്മയുടെ കൈകളിൽ ഏറ്റുവാങ്ങി മകനെ സംസ്കരിക്കുമ്പോൾ ഇനിയൊരിക്കലും തൻ്റെ മകനെ തിരിച്ചു കിട്ടില്ല എന്ന ഒരു ചിന്തയിൽ ആ അമ്മ ഇരിക്കുമ്പോൾ ആ അമ്മയ്ക്ക് 3 ദിവസം കഴിഞ്ഞ് ആ സദ്വാർത്ത അമ്മയുടെ കാതുകളിലും എത്തുകയാണ്. തൻ്റെ മകൻ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന ആ വലിയ സദ്വാർത്ത. ഇവിടെയും ആ അമ്മയ്ക്ക് ആ മകനെ 3 ദിവസത്തിന് ശേഷം തിരിച്ച് കിട്ടുകയാണ്. ഇവിടെ ദേവാലയത്തിൽ 3 ദിവസത്തിന് ശേഷം 12 വയസ്സ് മാത്രം പ്രായമുള്ള യേശുവിനെ അവർ മുതിർന്ന ഉപദേഷ്ടാക്കന്മാരുടെ കൂടെയാണ് കണ്ടെത്തുന്നത്. അവരുടെ ഉപദേശം കേൾക്കുന്ന ബാലനായ യേശു, അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന തങ്ങളുടെ 12 വയസ്സുള്ള മകൻ യേശു, വചനം ആഴത്തിൽ പഠിക്കുവാനും ചർച്ച ചെയ്ത് സംശയങ്ങൾ ദൂരീകരിക്കുവാനുമുള്ള ആഗ്രഹം കാണുന്ന ഒരു മനസ്സ്. യൗസേപ്പ് പിതാവിൻ്റെ പണിപ്പുരയിൽ ചുറ്റികയും ഉളിയും കൊണ്ടുള്ള പണികൾക്കായല്ല താൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് അറിയുന്ന യേശു ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ഒരു മധ്യസ്ഥനായി വന്ന് നമ്മെ ഓരോരുത്തരെയും സ്നേഹനിധിയാം പിതാവാം ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ, സ്വർഗീയ ഭവനത്തിലേക്ക് ചേർക്കുവാനുമായിട്ടുള്ള ഒരു ദൗത്യവുമായി വന്ന ഈ ലോകത്തിലേക്ക് എഴുന്നള്ളി വന്ന ക്രിസ്തു. ദൈവമേ, എൻ്റെ പാപം മൂലം ഞാൻ ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ, പാപത്തിൻ്റെ ശമ്പളമായ മരണം എന്നെ തേടി എത്തുമ്പോൾ, എൻ്റെ നിത്യജീവൻ നരകാഗ്നിയിൽ നിബദിക്കാൻ പോകുമ്പോൾ, എൻ്റെ അത്താണിയായി ഞാനും അവനും തമ്മിലുള്ള അകലം കുറയ്ക്കുവാൻ, എനിക്കും ദൈവത്തിനുമിടയിൽ മധ്യസ്ഥനായി എൻ്റെ ജീവിതത്തിലേക്ക് ഉപദേശങ്ങളായി, ചോദ്യങ്ങളായി കടന്നു വരുന്ന ആ 12 വയസ്സുള്ള ബാലനായ യേശു. ദൈവമേ, നീ അന്ന് നിൻ്റെ വാക്ക് കേട്ടവർക്ക് ഒരു വിസ്മയമായി തീർന്നെങ്കിൽ, ഒരു അതിശയമായി നീ മാറിയെങ്കിൽ, ദൈവമേ, എൻ്റെ ജീവിതത്തിലും നീയൊരു വിസ്മയമായി, നീയൊരു അതിശയമായി നീ വന്ന് എന്നെ കണ്ടെത്തുവാനും ഞാൻ നിന്നെ അനുഗമിക്കുവാനും ദൈവമേ
നീ ഇടവരുത്തണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.